കംപ്ലീറ്റും ജൈവവളമാണ് ഇതേപോലെ ഇട്ട് കഴിഞ്ഞ പ്രാവശ്യം ഇട്ട കോഴിവളമാണ്. ഇവിടെയാണ് ഒരുമിച്ചാണ് നട്ടത്. ഒരു പാവലും ഉണ്ട്, ഒരു 3 പയറും. നമുക്ക് പയർ കിട്ടും. അതുകൊണ്ടാണ് ഇത് രണ്ടും കൂടെ ഒരുമിച്ചുള്ള. കഴിഞ്ഞ പ്രാവശ്യം ഇതിൽ നിറച്ച് പയറാണ് നട്ടിരുന്നത്. പിന്നെ ഒരു മുള കൊണ്ട് നട്ടിട്ടുണ്ട്. പിന്നെ അത് കുരങ്ങൻ്റെ ശല്യം ഇല്ലാതിരിക്കാനാണ് അതിൽ തുണി കൊണ്ട് മൂടിയിരിക്കുന്നത്. കുരങ്ങൻ ദൂരെ നോക്കുമ്പോൾ കാണാതിരിക്കുമ്പോൾ. എന്നിട്ട് പോലും ഈ വാഴയിൽ വന്ന് ചാടി അതിൻ്റെ ആ ഇലയെല്ലാം ഒടിച്ചിട്ടിരിക്കുന്നു. ഇനി ഇതിൻ്റെ 4 സൈഡും ഇതിനെ വാരി ഇതേപോലെ വെച്ച് ഇതെല്ലാം വളമാണ്. ഇനി ഇതേപോലെ 4 സൈഡും വയ്ക്കും. ഇതെല്ലാം അഴുകി കോഴിവളം, ചാണകപ്പൊടിയ, മണ്ണിര കമ്പോസ്റ്റ് ഇതെല്ലാം കൂടെ ഇട്ട് ഇതിനെ ഇങ്ങനെ വെച്ച് വെട്ടൂല. എന്തോ അവിടെ നിന്ന് ആ ബക്കറ്റിഞ്ഞെടുത്താണ് ഇതിനെ കമത്തി വയ്ക്കാം, ആ പ്ലാസ്റ്റിക്. പക്ഷെ നമ്മളിത് ഇങ്ങനെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഒരുപാട് കേട് വരും. ഒന്നാന്തര വളമായി. ഈ തൈ ഇതേപോലെ ഒരു ബക്കറ്റ് വെച്ച് മൂടും, അവിടെ ഇരിക്കും. എന്നിട്ട് ഈ കംപ്ലീറ്റ് ചവറെല്ലാം വാരി വെച്ച് വളവും ഇട്ട് ഇതിന് മൊത്തം 4 സൈഡ് കിളക്കി വരാതിരിക്കാൻ. നമ്മൾ ഇങ്ങനെ വെച്ച് വെട്ടിക്കഴിഞ്ഞാൽ ഒരു കട്ട വന്ന് അടിച്ചാൽ ഈ തൈക്ക് കേട് വന്ന് ഒടിഞ്ഞു പോകും. ഇതാകുമ്പോൾ ഇങ്ങനെ വെച്ച് ചെയ്യുന്ന സമയത്ത് ഒരു തൈക്ക് കേട് വരില്ല. ഇത് മൊത്തം ഒന്ന് കിളക്കിട്ടെ സാർ. ഈ തൈക്ക് നമ്മൾ നേരെ മണ്ണ് വെട്ടിയിടുകയാണെങ്കിൽ തൈക്ക് കേട് വരും. കേട് വരാതിരിക്കാൻ വേണ്ടി ഇതേപോലെ ബക്കറ്റ് വരും. ബക്കറ്റ് വെച്ച ശേഷം ഇതേപോലെ അപ്പോൾ ഒരു കട്ട വീഴും, ഒരു മണ്ണ് ഒന്ന് വീഴുന്ന് തൈക്കുന്ന ഒരു കേടമൊന്നും വരില്ല. നമുക്ക് സ്വാതന്ത്ര്യമായിട്ട് നിന്ന് മണ്ണിടാം. അല്ലെ നമ്മൾ മൺവെട്ടി കൊണ്ട് തട്ടുമ്പോൾ തന്നെ അതിനകത്ത് ഇതെല്ലാം പോകും. ഒരു 2-3 മിനിറ്റ് സമയത്തിൻ്റെ ഇതേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. ചെറുതേനീച്ച ഇത് നമ്മൾ ചെറുതേനീച്ച ചട്ടിയിലാക്കി വെച്ചിരിക്കുകയാണ്. നമ്മൾ നേരത്തെ ബോക്സിലാണ് ഇത് വെച്ചിരുന്നത്. ബോക്സിൽ വെക്കുന്ന സമയത്ത് നമ്മൾ തേൻ എടുക്കുമ്പോൾ ബാക്കി തേന് ആ ബോക്സിന്റെ പുറത്തുകൂടെ വെളിയിൽ വരും. വെളിയിൽ വരുന്ന സമയത്ത് ഉറുമ്പ് വന്ന് ഭയങ്കര ശല്യമാവും. അത് വെറുതെ മണ്ണിലാണ് പാഴായി പോകണം. അങ്ങനെ ഒരു ആശയം ഉദിച്ചാണ് ചട്ടിയിൽ വെച്ച് നോക്കിയത്. ചട്ടിയിൽ വെക്കുമ്പോൾ നടുക്കാണ് ഹോൾ ഇടുന്നത്. അപ്പം നമ്മൾ തേൻ എടുക്കുമ്പോൾ ഒരു സൈഡിൽ തേൻ എടുത്താൽ ബാക്കി പൊട്ടി ഒലിച്ചാലും ഇതിനകത്ത് തന്നെ കിടക്കും, പുറത്തു പോകില്ല. ആ പുറത്ത് വരാതിരിക്കുന്ന സമയത്ത് ആ തേനീനെ വീണ്ടും തേനീച്ചെടുക്കുകയും ചെയ്യും,
ഉറുമ്പ് വരില്ല, വേറെ ഒരു ശല്യമില്ല, പുറത്ത് ഒരിടം പോകാത്തതുകൊണ്ട് വേറെ കുഴപ്പമില്ല. പക്ഷെ തേനീച്ചയ്ക്ക് ഇത്രയും അടുത്തിരുന്നിട്ട് ഒരു പിണക്കോ ഒന്നുമില്ല. അവരവരുടെ സ്ഥലങ്ങളിൽ അവരവർ വരും. പിന്നെ അടുക്കളയിൽ നിന്ന് വന്ന പുകയും എല്ലാം അത് വന്ന് നേരത്തെ ശീലിച്ചത് കൊണ്ട് അത് വിഷയമില്ല. അല്ലെങ്കിൽ പുക വന്ന ഉടനെ തന്നെ തേനീച്ചകളെല്ലാം ഇറങ്ങിപ്പോകും. അതിന്റെ അങ്ങനത്തെ ഒരു വിഷയമൊന്നുമില്ല. നമ്മളത് അന്തരീക്ഷത്തെ ഒരു പൊരുത്തപ്പെട്ടു. കുരങ്ങന്മാര് ശല്യമായതുകൊണ്ട് ഇത്രയും ഇങ്ങനെ കെട്ടിയൊക്കെ വെച്ചേക്കണത് 3-4 കെട്ടൊക്കെ. കുരങ്ങൻ വരുന്ന സമയത്ത് ഈ ചട്ടി എടുത്ത് തറയിലിടും, തറയിട്ട് തേനെടുത്ത് കുടിക്കും. ആ ഒരു ശല്യം ഇല്ലാതിരിക്കാനാണ്. മാസമായപ്പോഴ് കാറ്റത്ത് പോകാതിരിക്കാൻ അതിൻ്റെ ഇല 2 ഇല വിട്ടിട്ട് ബാക്കി ഇല കണ്ടിച്ചു വിട്ടിരിക്കുകയാണ്. അപ്പോൾ കൊല വേറെ കുഴപ്പമില്ല, സൈസ് പറഞ്ഞു. പക്ഷെ കൊലയ്ക്ക് കാറ്റത്ത് വെയിറ്റും പിടിക്കൂല, കാറ്റത്ത് ഒടിയൂല. അത് ചെയ്യാൻ വേണ്ടി കാരണം നമുക്ക് മാർക്കറ്റിൽ നിന്ന് 1 കിലോ പൊട്ടാഷ് വാങ്ങിക്കുന്ന ഇപ്പം 38 എത്ര രൂപയാണ്. ഇതേപോലെ ചാമ്പലിടും. ഈ ചാമ്പൽ തന്നെ അതിന് പയറിനൊക്കെ ഇത് ഇട്ടാൽ പയറ് പൂക്കെ നിറച്ച് വിളവ് കിട്ടുള്ളൂ. രാജ്പോസും മഗ്നീഷ്യവും കൂടെ ചേർത്ത് പച്ചക്കറിക്കും വാഴയ്ക്കും ഒഴിക്കും. അപ്പം നമുക്ക് മഗ്നീഷ്യം ഒഴിപ്പാൽ നല്ല പച്ചപ്പ് കിട്ടും. അത് നമ്മൾ പാഴായി പോയ കന്നാണ്. ഇതിൻ്റെ നല്ല കന്നുകൾ മാത്രമാണ് അവിടെ എടുത്ത് നട്ടാൽ. ഈ ചാണകം വയ്ക്കുന്ന സ്ഥലത്ത് സാറൊന്ന് നോക്കണം, അവിടെ നിൽക്കുന്ന വാഴയാണ്. ഈ ചാണകത്തിന് വളം എടുക്കാൻ വ്യാജ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ നോക്കണം, ഇതേപോലെ വരും. എണ്ണല് വേറൊരു വെറൈറ്റിയാണ്. നല്ല വിളവ് കിട്ടും. കാരണം ഇത് നമുക്ക് നല്ല കന്ന് കിട്ടാൻ വേണ്ടി കറയെണ്ണാനാണ്, പക്ഷെ വിത്ത് കാണൂല. ഇത് അതിൻ്റെ പകുതി മോള് വശം വെച്ചങ്ങ് വെട്ടി. അപ്പോൾ ഒരു 10-12 ദിവസം കൊണ്ട് അടുത്ത പുതിയ നല്ല ഫ്രഷ് ആയിട്ടുള്ള കന്ന് പൊടിക്കും. രോഗങ്ങളൊന്നും വരില്ല. ടിഷ്യൂ കൾച്ചർ കന്ന് പോലെ നമുക്ക് പുതിയ നല്ല വെറൈറ്റി കന്ന് കിട്ടും. വലിയ മാണമില്ല, കൊണ്ട് നട്ട രോഗങ്ങളില്ല, നല്ലതായിട്ട് കിട്ടും. നിറച്ചതാ വ്യാരി വെറൈറ്റിയിൽ വേറെ ഒരു വെറൈറ്റിയാണ്. നമുക്ക് ടിഷ്യൂ കൾച്ചർ കിട്ടിയതാണ്. നമ്മളെ കറയണ വാഴയെന്ന് പറഞ്ഞാൽ ആ പഴത്തിൽ വിത്ത് കാണും, ഇതിൽ വിത്തുണ്ടാവില്ല. ഇതിൽ കൊന്നയുണ്ട്. ഇപ്പം ഇലവ് കമ്പ് നട്ടുവെച്ച് ഇലവ് നമ്മൾ ഇതിന് പൊടിച്ച് പന്തൽ എത്തുന്ന സമയത്ത് ഇതേ ചിലപ്പം കൊന്ന ഉണങ്ങി പോവുകയാണെങ്കിൽ ഇതിനെ അതിലോട്ട് തട്ട് വിലപ്പിക്കും. അതിനു വേണ്ടി അത് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഈ ഒന്നാം തരം പച്ചില വളമാണ്. ഇതിനെ ഇനിയിപ്പോൾ ഒടിച്ച് ഈ തയ്യൊക്കെ ഇട്ട് വളമാക്കും. ഒന്നുപോലും പാഴായി പോയിട്ടില്ല. കണ്ട സാറേ മുറിച്ചെടുത്തിരിക്കുന്ന കണ്ട് എൻ്റെ മണ്ട വരെയും തീർത്തെടുത്ത് ഇത്രേ തീർത്ത് മാക്സിമം കിട്ടാനുള്ളിടത്തോളം കിട്ടി. തുണിയുണ്ട്, പ്ലാസ്റ്റിക്കിലെ തുണിയുണ്ട്, അതിട്ട് മൂടിയിടും. അപ്പോൾ 2-3 ദിവസം കിടക്കുന്ന സമയത്ത് നല്ലതായിട്ട്, അല്ലെങ്കിൽ ഭയങ്കര ഒരു ചെളിയായിരുന്നു. ഇപ്പം മണ്ണ് നല്ല പരുവപ്പെട്ട് കഴിഞ്ഞു, നല്ല ഇതായിട്ട് വെച്ചിരിക്കുന്നത്. കടലപ്പിണ്ണാക്ക് 3 ദിവസം കൊണ്ട് കൊളുത്ത് വെച്ചിരിക്കുന്നു കലക്കി ഒഴിക്കാൻ വേണ്ടി. അപ്പോൾ ഒന്നുമില്ലായിരുന്നു. നിറവറയ്ക്ക് നെല്ല് കൊടുക്കാനേ എല്ലാത്തിനും. നെല്ലൊക്കെ വീട്ടിൽ ഇരിക്കുമ്പോൾ ഒരു നിറവാണ്. പക്ഷെ ഇത് വിളഞ്ഞ് വരുമ്പോൾ വയ്ക്കുള്ളൊരു മണം വരും. പന്നി വന്നും മൊത്തം അത് കിണ്ടി കുളിച്ച് വേരവി നശിപ്പിച്ചളയും. പാൽമുളകുണ്ട്. ഇതിന്റെ ഒരു പ്രത്യേകത, ഈ പാൽമുളകും കാന്താരി മുളകും കൂടെ മിക്സ് ചെയ്ത് നട്ട് പരാഗണം നടന്ന് നമുക്ക് ഇതിൽ വേറെ ഒരു വെറൈറ്റി കിട്ടി. അതുകൊണ്ട് ഇതേപോലെ 3 എണ്ണം ഇപ്പം കൊണ്ട് നട്ടിരിക്കുകയാണ്. അവസാന ഘട്ടത്തിൽ നമുക്ക് വേറെ വെറൈറ്റി കിട്ടും. വെള്ളയില്ല, അല്ലാത്ത ചുവപ്പും പല കളറിലുള്ള കണ്ട് ഇങ്ങനത്തെ എല്ലാം. പക്ഷെ അപ്പുറം വരെ വന്ന് കിണ്ടിയിട്ട് പോയാലും ഇങ്ങോട്ട് കയറുമായിരുന്നു ഇതിലേ വന്ന്. പക്ഷെ ചെമ്പരത്തി വെച്ച ശേഷമാണ് ഇതുവരെ ചാരം കൂടുതൽ ഇട്ടാലേ ഇതിന് കിട്ടുകയുള്ളൂ. ഈ പരിസരത്തുള്ള ആൾക്കാരെല്ലാവരും ചാമ്പല് തരും നമുക്ക് വീട്ടിൽ നിന്ന്. വാഴ ഏത്തം വാഴ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിളവും എടുത്ത് തീർന്ന് അതിൻ്റെ കന്നെടുത്ത് വീണ്ടും കൃഷി ഇറക്കി ഇതിനെ പിഴുത് ഇതിനിടും.
ഇപ്പോൾ ഇതിന് ചാമ്പലല്ല, ഇതേപോലെ ഇതിനെ പിഴുതു വാരി ഇതിൻ്റെ സൈഡ് വാരി ഇടും. അടുത്ത ഒരു വളത്തിൻ്റെ സമയത്ത് ഇതിനെ തിരിച്ചിടും. ആ സമയം കൊണ്ട് എല്ലാം വളമായി മാറും. ഒരല്പം പോലും സ്ഥലം വേസ്റ്റ് കളയില്ല. ഇനി അടുത്തിനി ഇപ്പോൾ ഇത് കുറേ കുഴി പോയത് ഇടയ്ക്ക് വെച്ച് മഴ പെയ്തപ്പം വെള്ളം നമന്നു. 2-3 ദിവസം വെള്ളം നമന്ന് നിന്നാണ്. പ്രകൃതിക്ഷോഭം തന്നെ നമുക്ക് ഏറ്റവും കൃഷി നാശം നശിപ്പിച്ച് കളയുക. എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് അങ്ങ് ചെയ്യും. അതുകൊണ്ട് എല്ലാ ദിവസവും തന്നെ ശ്രദ്ധിച്ച് ഇതിൻ്റെ ഒരു വള്ളിയിൽ അകത്താണ് ഇതിനെ കയറ്റി വെച്ചിരിക്കുന്നത്. ഇതേപോലെ കയറ്റി വെക്കും. ഈ തണ്ട് ഒടിഞ്ഞാൽ ഈ പയർ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വെയിറ്റ് കിട്ടും. ഇതൊരു വെയിറ്റ് എന്ന് പറഞ്ഞാൽ 28-30 പയറുണ്ട് 1 കിലോ നമുക്ക് ഉറപ്പാണ്. അതുകൊണ്ട് മാക്സിമം അതായത് ഇതേപോലെ വരണേനെ പതുക്കെ എടുത്ത് ഈ തണ്ട് ഒടിഞ്ഞു പോകാതിരിക്കുക ഇതിനകത്ത്. അപ്പം വെയിറ്റ് ഇതിനകത്ത് പിടിച്ച് നിൽക്കും. അതേപോലെ ഇത് പിടിച്ച് നിൽക്കുക, അല്ലെങ്കിൽ ഇത് ഒടിഞ്ഞു പോകും. ഇതിന്റെ മീതെ കൂടെ വീണ്ടും വരികയാണെങ്കിൽ ഇതിനെ നശിപ്പിച്ച് കളയും, ഞെരുങ്ങിപ്പോവും. അത് ഞെരുക്കം വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ അകലത്തിൽ ഇത്രയും ചെയ്യുന്നത്. പക്ഷെ നമുക്ക് എല്ലാത്തിലും നിറച്ച് വിളവ്. ഇന്ന് 6 കിലോ ഉണ്ടായിരുന്നു. ഒരു കയറിൽ ഒന്ന് തന്നെ വിടും. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ മുട്ടിയിൽ നിന്നും പൂവും കായും വരും. അത് നമുക്ക് കിട്ടണം. അതുകൊണ്ട് വളരെ മൂട് കുറച്ച് പന്തൽ കൂട്ടി വിളവ് കൂട്ടി കിട്ടും. നമ്മളെല്ലാവരും 100 കുഴി നടേണ്ട അടുത്ത് ഞാൻ ഒരു 30-35 കുഴി നടും. പക്ഷേ എല്ലാവർക്കും 100 കുഴിയിൽ നിന്ന് കിട്ടുന്ന വിളവ് എനിക്ക് 35 കുഴിയിൽ നിന്ന് കിട്ടും. അപ്പം നമ്മൾ വളമെല്ലാം ചെയ്യേണ്ടത് 35 കുഴിക്ക് ചെയ്താൽ മതി. വെള്ളം കോരിയാലും 35 കുഴിക്ക് ചെയ്താൽ മതി. പക്ഷെ കാ കിട്ടുന്ന സമയത്ത് ഇതേപോലെ എല്ലാത്തിനും കിട്ടും. അതും ഇത് അടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യത്തെ 2 കാ പതുക്കെ ഒന്ന് കൈക്കി എടുക്കണം. ഇതിൽ തന്നെ 6 മൊട്ട് വരെ ആയി. ഈ 6 മൊട്ട് നമുക്ക് ശ്രദ്ധിച്ചാൽ കിട്ടാനുള്ളത്. നിസ്സാരം പോലെ അങ്ങ് നുള്ളി വിട്ട ആദ്യത്തെ കാ അടക്കുന്ന സമയത്ത് ഇത് തെറിച്ചങ്ങ് ദൂരെ പോകും. അങ്ങനെ നമുക്ക് ലാഭത്തിൽ കൃഷി കൊണ്ടുപോകാൻ സാധിക്കും. പൂത്ത് തുടങ്ങുന്ന സമയത്ത് അടുത്ത കൃഷി ഇറക്കും. അപ്പോൾ ഇത് വിളവ് തീർന്ന സമയത്ത് അതിൽ നമുക്ക് അടുത്ത് കിട്ടും. അപ്പം മുഴുവൻ സമയവും നമുക്ക് വിളവ് കിട്ടത്തക്ക രീതിയിൽ. ആ പന്തലിൽ നേരത്തെ ഞാൻ സലാഡ് ഇട്ടു. പന്തലിൽ കയറ്റിയും വാട്ടുരോഗം വന്നു. തറയിൽ കിടന്നതിന് വാട്ടുരോഗം വന്നില്ല. അതുകൊണ്ട് ആ സാമ്പിൾ ഒന്ന് അറിയാൻ വേണ്ടി തറയിലെടുത്ത് ഇട്ടിരിക്കുന്നത്. ആ പിഞ്ചും ഇതിൽ വന്ന് വേറെ കുഴപ്പമില്ല. പിഞ്ചുണ്ട്. നമുക്ക് വിളവ് കിട്ടുമെങ്കിൽ നമുക്ക് പന്തലിൻ്റെ ആവശ്യമില്ല. നല്ല രീതിയിൽ വാട്ടുരോഗം ഇല്ലാതെ കിടക്കുകയാണ്. 8 ദിവസത്തിനകത്ത് വിളവെടുക്കാം. പയറാണ് നട്ടിരുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ആ പയറിൻ്റെ അഴുക്ക് വലിച്ച് കളയേണ്ട കാര്യമില്ല. പാവൽ നടുന്ന സമയത്ത് കൂടുതൽ നൈട്രജൻ എല്ലാം ഉള്ളതുകൊണ്ട് പാവൽ നടുന്ന സമയത്ത് അതിൽ പറഞ്ഞു കയറും. പക്ഷേ നമ്മൾ പയർ നട്ടെടുത്ത് വീണ്ടും പയർ നടുകയാണെങ്കിൽ ഈ തട്ടിലുള്ള മൊത്തവും വലിച്ച് മാറ്റണം. പാവലാണ് നടുകയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇന്ന് അടുത്തോണ്ട് പോയി. നമുക്ക് തിങ്കൾ ബുധൻ വെള്ളിയാണ് മുഖ്യമായിട്ട്. അടുത്ത എക്കോ ഷോപ്പിലാണ് കൊടുക്കുന്നത്. ഇതങ്ങ് നശിച്ചു പോയതാണ്. എന്നിട്ട് എൻ്റെ ഒരു കൊല കിട്ടി. വെള്ളരിയാണ്. പോയാലും 4 എണ്ണം കിട്ടും. പക്ഷെ നമ്മൾ 4 എണ്ണമൊക്കെ നട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ 1ഉം 2ഉം കിട്ടും. ഈ പന്തലിൽ നിറച്ചത് കയറ്റി നമുക്കിതിൻ്റെ ഇടയ്ക്കൊക്കെ 1-2 എണ്ണം പോയി. അതങ്ങനെ നിർത്തി. ഇതിപ്പോൾ ഒരു ട്രിപ്പ് ഓടിച്ചു വിട്ട്
ഇനിയിപ്പോൾ അടുത്ത് വീണ്ടും അത് തെളുത്ത് വരെയാണ്. ആ സൈഡിലും ഉണ്ട് കറിവേപ്പ്. ഇങ്ങനെ ഈ പാഴ് വരുന്ന സ്ഥലങ്ങളിലെല്ലാം കൊന്നയുണ്ട്, ഇലവുണ്ട്, എല്ലാത്തിനും തോലും കിട്ടും. മനുഷ്യന് പന്നി ശല്യം ആയതുകൊണ്ടാണ് സാർ നമ്മൾ ഇതിലോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞത്. മച്ചിനി കമ്പ് നിർത്തിയപ്പോഴാണ് പന്നി ശല്യമായത്. അങ്ങനെയാണ് ഇത് ചെമ്പരത്തിയും മുരുക്കും ഇതെല്ലാം കൂടി എടുക്കാം. ഇല്ല, ഇതുവരെ പന്തലിന് വേണ്ടി നിർത്തി. ഇനി ഇതെല്ലാം തോല് ഒന്നാം തരം പച്ചില വളമാണ്. ഈ തോലെല്ലാം ഇനി അടുത്ത് ആ തൈക്ക് വേണ്ടി വയ്ക്കാം. ആദ്യത്തെ വളത്തിന് ഞാൻ 2 വരിയെ നടുവുള്ളൂ. 2 വരി നടും. ഈ പന്തൽ മൊത്തവും നിറച്ച് കൊണ്ടുവരും. അപ്പം നമുക്ക് 4 വരിയിലുള്ള വിളവ് ഈ പന്തലിൽ കിട്ടും. ഈ കയർ നിറച്ച് കൊണ്ടുവരും. ഇത് 6 ദിവസം ആയതേ ഉള്ളൂ. തട്ടിന്റെ മൂട്ടിലുള്ള ആ കമ്പെല്ലാം കിണ്ടി കിഴങ്ങെടുക്കാൻ വേണ്ടി തട്ടങ്ങനെ മറച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്രാവശ്യം മുരുക്കും കൊന്നയും മുരിങ്ങ നട്ടിരിക്കുകയാണ്. പയറാണ് ഇതിൽ. പാവലും പയറും, അപ്പുറത്ത് വെണ്ട. ഒരു തട്ട് തീർന്നു. പിന്നെ ഒരു തട്ട് പയർ അടത്തോണ്ടിരിക്കുകയാണ്. കാടക്കാൻ തുടങ്ങി. അത് തീരുമ്പോഴേ ഇത് കിട്ടും. അതുകൊണ്ട് അങ്ങനെ നട്ടിരിക്കുകയാണ്. ഇതിൽ പയർ നട്ടിക്കുകയാണ്. അറുത്തറുത്ത് വീണ്ടും മിന്തോളി യാത്ര എന്ന് പറഞ്ഞ ടിഷ്യൂ കൾച്ചർ കൊണ്ടുവന്നതാണ്. മോള് വന്നപ്പോൾ അവിടെ നിന്ന് ആ മേഡം കൊടുത്തു വിട്ട് നമ്മളിവിടെ അത് ചെയ്ത് കിട്ടുമെന്നറിയാം. അങ്ങനെ ആ ഒരു 6 വാഴക്കന്ന് അത്രയും സ്ഥലത്തായിട്ട് നട്ടു വെച്ചിരിക്കുകയാണ്. 2 സ്ഥലത്തായിട്ട്. സലാഡും വെള്ളരിയും കൂടെ നട്ടിക്കുകയാണ് സാറേ. വാഴയും സലാഡും വെള്ളരിയും. സലാഡ് ഞങ്ങൾ ഇടയ്ക്ക് വെച്ച് പന്തലിൽ കയറ്റി ഭയങ്കര വാട്ടരോഗം വന്നു. പക്ഷെ തറയിലിട്ടിരിക്കുന്ന സമയത്ത് വാട്ടരോഗം വന്നില്ല. അതുകൊണ്ട് ഇതിനെ കുറച്ച് തറയിലിടാന്ന് വിചാരിച്ച് ഇട്ടിരിക്കുകയാണ്. അതിൽ നമ്മളെ സാധാ നാടൻ വെള്ളരി എല്ലാം ഉണ്ട് സാറേ. ഇത് പതുക്കെ ഒന്ന് എനിക്ക് അറിയാം സാറേ. ഇത് സോളാർ ഇട്ടിരിക്കുകയാണ് മരച്ചിനി നട്ട്. എന്നിട്ട് പോലും ഇതിൽ 2-3 പ്രാവശ്യം പന്നി ഇതിൻ്റെ മോളിൽ കൂടെയും ഒരു ചെറിയ അടി കിട്ടി എൻ്റെ മോളിൽ കൂടെ അങ്ങ് ചാടുമായിരുന്നു. അതിനുശേഷം ഇത്രയും കട്ടിയുള്ള ഷീറ്റ് കൊണ്ട് വെച്ചിരിക്കുകയാണ്. നമ്മൾ സാധാരണ ഷീറ്റ് ഇതേപോലത്തെ ഷീറ്റാണ് വെച്ചിരുന്ന ഇത് ഇടിച്ച് ഞണുക്കി അങ്ങ് കയറും. അതുകൊണ്ട് കട്ടിയുള്ള ഷീറ്റ് വെച്ചിരിക്കുകയാണ്. പക്ഷേ അതെല്ലാം ചെമ്പരത്തി വെച്ച ശേഷം ഇതുവരെ ആയിട്ട് പന്നി ഇതിനകത്ത് കയറിയിട്ടില്ല. ഡിഷ് തറയിൽ വീഴും. അപ്പോൾ നമ്മൾ സൗണ്ട് കേട്ട് ഉണരും. എന്നിട്ട് 2-3 പ്രാവശ്യം പട്ടികളും കാട്ടുപൂച്ചയും കുട്ടന്മാർ വന്നു മക്കളെ സന്ധ്യ ആയോണ്ട് ആഹാരം കഴിച്ചിട്ട് ഇവരൊരു നമ്മൾ ഉച്ചയ്ക്ക് ഒരു 3 മണിക്ക് പണയം പോകുമ്പോൾ കൂട്ടിക്കയറ്റും. അതുകൊണ്ട് ആ 3 മണിയാകുമ്പോൾ അവരങ്ങ് കൂട്ടി കയറിക്കോളും. എന്തെങ്കിലും വന്നൊരു തടസ്സം വരാൻ വേണ്ടിയാണ് എല്ലാരും പറയുന്നത്. പിന്നെ ശനിയും ഞായറും ഫുള്ളും പപ്പയെ കൃഷിയൊക്കെ സഹായിക്കാൻ എല്ലാത്തിനും പോകും. പച്ചക്കറി എല്ലാം കൊണ്ടുപോകാനും എല്ലാ കാര്യങ്ങൾക്കും എല്ലാത്തിനും പോകും. ദീപികയുടെ 3 പ്രാവശ്യം തുടരെ അവാർഡ് കിട്ടിയോണ്ട്
എവറോളിയൻ ട്രോഫി ഞാൻ സ്വന്തമായി. പിന്നെ ചിങ്ങം 1 കിട്ടുന്ന ഇതാണ്. മകള് പച്ചക്കറിയൊക്കെ കൊണ്ടുവരുന്നതുകൊണ്ട് കൃഷിഭവനിൽ നിന്ന് ഒരുക്കുക അവൾക്ക് മികച്ച വിദ്യാർത്ഥിയായിട്ട് അവാർഡ് കൊടുത്ത്. പിന്നെ 2010, 2011 കർഷക അവാർഡ് കിട്ടി. ഇപ്പോൾ ഒരു 7-8 വർഷം കൊണ്ട് പിന്നെ ഒരിടം പോവാക്കല്ലേ, വിളിച്ചാലും പോകൂല, വയ്ക്കാൻ സ്ഥലമില്ല, അത്രയ്ക്ക് ഇഷ്ടം പോലെയായി. ആൾക്കാർക്കും കൂടെ ആഹാരങ്ങൾ കഴിക്കാനുള്ളത് നമുക്ക് കണ്ടെത്തണം. അതാണ് ഇപ്പം നമ്മളൊരു വിഷയം. ഒരു ദിവസം ഒരു മാക്സിമം ഒരു 100 പേർക്കെങ്കിലും കഴിക്കാനുള്ള ആഹാരം കണ്ടെത്തണമെന്നാണ് എൻ്റെ ഒരു മനസ്സിൻ്റെ ഒരു രീതി. അത് നമ്മൾ കഴിക്കും പോലെ തന്നെ മറ്റുള്ളവരുടെ ജീവൻ. അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ എനിക്ക് കൊടുക്കണമെന്നും താല്പര്യം.